ഹലോ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് മലബന്ധം എന്ന് പറയുന്നതല്ലേ. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, അതായത് കുടലിൻ്റെ മൂവ്മെൻറ്റ്, ചലനം കുറയുമ്പോഴാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത്. ഇനി ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കൂടുമ്പോൾ അത് വയറിളക്കം അല്ലെങ്കിൽ ഡയറി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 300 മുതൽ 500 ഗ്രാം വരെ മലമാണ് പുറത്തു പോകുന്നത്. ചിലർക്ക് ഇത് ദിവസത്തിൽ 3 തവണ വരെ മലവിസർജനം നടക്കും. ഇത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ചിലർക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും ഇതുപോലെ മലവിസർജനം നടക്കുന്നത്. അതും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കലി പറയുകയാണെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ മലവിസർജനം നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ അതിനെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുള്ളൂ. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കുറയാനും മലബന്ധം വരാനും സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം നന്നായി കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മലം ഡ്രൈ ആയിരിക്കും. ഡ്രൈ ആയ മലത്തിന് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൂടെ പാസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതവിടെ കെട്ടിക്കിടന്ന് മലബന്ധത്തിനും അതുപോലെ തന്നെ ഗ്യാസ് ഫോം ചെയ്യാനുള്ള കാരണമാവുന്നുണ്ട്. നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി തോന്നി, പക്ഷേ നമ്മൾ ടോയ്ലറ്റിൽ പോവാതെ പിടിച്ചു വെക്കുകയാണെങ്കിൽ മലം ഇതുപോലെ നമ്മുടെ കുടലിൽ കെട്ടിക്കിടന്ന് കൂടുതൽ ഡ്രൈ ആവും. അതായത് മലത്തിലുണ്ടായിരുന്ന മോയിസ്ചർ കണ്ടൻറ്റൊക്കെ നമ്മുടെ കുടൽ വലിച്ചെടുക്കും. അങ്ങനെ വീണ്ടും ഡ്രൈ ആയിട്ട് ഇതുപോലെ മലബന്ധം ഉണ്ടാവും. പലർക്കും മലത്തിൻ്റെ കളറ് അതുപോലെ തന്നെ ഷേപ്പൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ നമ്മുടെ മലത്തിൻ്റെ കളറ്, സൈസ്, ഷേപ്പ്, കൺസിസ്റ്റൻസി എന്നിവയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിമിഷ ബാലൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ശരിക്കും നമ്മുടെ മലത്തിൻ്റെ കളർ എന്താണ്? നമ്മുടെ പിത്തരസം അല്ലെങ്കിൽ ബൈലിൻ്റെ അളവിനനുസരിച്ചിട്ട് മലത്തിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ബൈലിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കലർന്ന പച്ച കളറാണ്. നമ്മുടെ ആഹാരം ബൈലുമായി കൂടിച്ചേർന്നിട്ട് വൻകുടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട്, ഇങ്ങനെ രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലത്തിന് ഒരു തവിട്ട് നിറമോ അല്ലെങ്കിൽ ബ്രൗൺ നിറമോ ഉണ്ടാവും. ഇതാണ് നോർമൽ ആയിട്ടുള്ള മലത്തിൻ്റെ നിറമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ചിലർക്ക് പച്ച നിറത്തിലുള്ള മലം കാണാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ കൂടുതലായിട്ട് ഇലക്കറികൾ കഴിക്കുക അല്ലെങ്കിൽ പച്ച കളർ അടങ്ങിയിട്ടുള്ള കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ പച്ച നിറത്തിലുള്ള മലം കാണാറുണ്ട്. അതല്ലെങ്കിൽ വയറിളക്കം ഉള്ളപ്പോൾ ഇതുപോലെ പച്ച നിറത്തിൽ മലം കാണും. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് വയറിളക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. ഇങ്ങനെ ഇൻറ്റസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കൂടിയിട്ട് നമ്മുടെ ഭക്ഷണം എന്താ പറയുക, ബൈലുമായിട്ട് കൂടിച്ചേരുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനങ്ങൾ ഏർപ്പെടാതെ മലം പുറത്തോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ പച്ച കളറിൽ മലം കാണുന്നത്. ഇനി ചിലർക്ക് മഞ്ഞ കളറിൽ മലം കാണാറുണ്ട്. അത് നിങ്ങൾ വിചാരിക്കും ഇത് നോർമൽ ആയിട്ടുള്ളതല്ലേന്ന്. പക്ഷേ ചിലർക്ക് വളരെ ഡാർക്ക് മഞ്ഞ കളറിലായിരിക്കും മലം കാണാം. നമ്മുടെ ബൈലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കൊഴുപ്പ് ശരിയായിട്ട് ദഹിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ മലം പോകുമ്പോൾ വളരെ ഡാർക്ക് മഞ്ഞ കളറിലുണ്ടാവും. കൂടാതെ തന്നെ IBS ഉള്ള രോഗികൾക്ക് ഇതുപോലെ ഡാർക്ക് മഞ്ഞ കളറിൽ മലം കാണാം. അതും അല്ലെങ്കിൽ സീലിയാക് ഡിസീസ് പോലുള്ള ഡിസീസ് ഉള്ളവർക്ക്, അതായത് ചിലർക്ക് ചില ഭക്ഷണങ്ങളോട് അലർജി ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഗോതമ്പ്, മൈദ, ബാർലി തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിലുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ചിലർക്ക് അലർജി ഉണ്ടാക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ മലത്തിന് ഡാർക്ക് മഞ്ഞ കളർ കാണാം. പിന്നെ കണ്ടുവരുന്നതാണ് ചിലർക്ക് വളരെ ചളി പോലെ, അതായത് ഒരു ക്ലേ കളറിലുള്ള മലം കാണാം. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം ഇങ്ങനെ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബൈലിൻ്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പിത്താശയത്തിൽ കല്ല് അല്ലെങ്കിൽ പിത്താശയത്തിൽ ട്യൂമറൊക്കെ ഉള്ളവർക്ക് ബൈലിനെ കൃത്യമായ അളവിൽ പുറന്തള്ളാൻ പറ്റില്ല. അങ്ങനെ ബൈലിൻ്റെ അളവ് കുറഞ്ഞിട്ട് ഇതുപോലെ ചളി പോലെയും അതുപോലെ ക്ലേ കളർ പോലെയുള്ളൊക്കെ മല ഉണ്ടാവും. നിങ്ങളുടെ മലത്തിന് ഇത്തരത്തിലൊരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പിത്താശയത്തിൽ കല്ലോ അല്ലെങ്കിൽ ട്യൂമറോ അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ കണ്ടുവരുന്നതാണ് കറുപ്പ് നിറത്തിലുള്ള മലം. അത് കൂടുതലായിട്ട് നമ്മൾ ഈ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുക, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള സിറപ്പുകൾ കഴിക്കുക, ബിസ്മത്തിൻ്റെ കണ്ടൻറ്റുള്ള മരുന്നുകൾ കഴിക്കുക, അതുപോലെ തന്നെ ബ്ലൂബെറീസ് കൂടുതലായിട്ട് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കറുത്ത നിറത്തിലുള്ള മലം കാണാം. ഇനി നിങ്ങളുടെ മലം കറുത്ത് വളരെ ടാറ് പോലെ നമ്മുടെ മലദ്വാരത്തിലും ടോയ്ലറ്റിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലാണെങ്കിൽ
അത് ഒരുപക്ഷെ നിങ്ങളുടെ ആമാശയത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ മുകളിൽ നിന്നോ ഒക്കെയുള്ള ബ്ലീഡിങ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ രക്തത്തിനെ നമ്മുടെ ആമാശയ രസങ്ങൾ ദഹിപ്പിച്ചിട്ടാണ് കറുപ്പ് നിറത്തിൽ മലം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം കറുത്ത നിറത്തിലുള്ള മലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഈ ബിസ്മത്തിൻ്റെ കണ്ടന്റുള്ള ടാബ്ലറ്റോ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ പോയി കണ്ട് ഇതെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ചിലർക്ക് കാണുന്നതാണ് ചുവപ്പ് നിറത്തിലുള്ള മലം. അത് കൂടുതലായിട്ട് ബീട്രൂട്ട് കഴിക്കുമ്പം, ചുവന്ന ചീര, ക്രാൻബെറീസ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചുവന്ന കളർ ചേർത്തുള്ള പേസ്ട്രി കേക്കുകളൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ചുവന്ന കളറിൽ മലം കാണാം. അതല്ലെങ്കിൽ നമ്മുടെ മലത്തോടൊപ്പം തന്നെ രക്തം വരുവാണെങ്കിൽ നമുക്ക് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നീ രോഗങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവാണത്. അതും അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടലിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള ബ്ലീഡിങ് കൊണ്ടും ഇതുപോലെ തന്നെ ചുവന്ന നിറത്തിൽ മലം കാണാറുണ്ട്. ഇനി റെയറായിട്ട് വളരെ അപൂർവമായിട്ട് ചിലർക്ക് ഓറഞ്ച് നിറത്തിലുള്ള മലം കാണാം. അത് ക്യാരറ്റ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട്, അതായത് ബീറ്റ കരോട്ടിൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക, ചില ആൻറ്റാസിഡുകൾ, ചില ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുക എന്നതിൻ്റെ ഫലമായിട്ട് നമുക്കിതുപോലെ ഓറഞ്ച് കളറിലുള്ള മലം കാണാം. ഇതൊക്കെയാണ് നമുക്ക് മലത്തിൻ്റെ കളറ് നോക്കിയിട്ട് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മലത്തിൻ്റെ സൈസ്, ഷേപ്പ്, കൺസിസ്റ്റൻസി എന്നിവ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് തരം അസുഖമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ബ്രസ്റ്റ് സ്റ്റൂൾ ചാർട്ട് എന്ന് പറയുന്ന ഒരു ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 7 തരത്തിലുള്ള മലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ചിലരുടെ മലം എന്ന് പറയുന്നത് വളരെ ബോൾസ് ആയിട്ടായിരിക്കും പോകുന്നത്. അതായത് ആട്ടിൻകാട്ടം പോലെ എന്ന് പറയും, അല്ലെങ്കിൽ സോയ ചങ്ക്സ് പോലെ, എള്ളുണ്ടകൾ പോലെ ഇങ്ങനെ മണിയായിട്ടായിരിക്കും മലം പോകുന്നുണ്ടാവുക. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവരുടെ മലം പോവുക. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടെന്നാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം അധികം കുടിക്കാതിരിക്കുക, അതുപോലെ തന്നെ നല്ല ബാക്ടീരിയകൾ ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ബോൾസ് ആയിട്ട് മലം പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ബോൾസ് ആയിട്ടായിരിക്കും മലം പോകുന്നത്. പക്ഷേ ഇത് സെപ്പറേറ്റ് അല്ല, എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ബോൾസ് പോലെ ആയിട്ടായിരിക്കും മലം പോകുന്നത്. ഇവർക്ക് ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പോകുന്നത്. ഇവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ കാറ്റഗറീനെ അപേക്ഷിച്ച് ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ കുറവായിരിക്കും. ഇവർക്കും ഇതുപോലെ നല്ല പ്രോട്ടീനിൻ്റെ കുറവ്, അതുപോലത്തെ നല്ല പ്രോബയോട്ടിക്, അതായത് നല്ല ബാക്ടീരിയകളുടെ കുറവ്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടി കുറവ്, ഫൈബറിൻ്റെ കുറവുള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ചുകൂടെ നീളത്തിൽ ഒരു സോസേജ് ഷേപ്പിലായിരിക്കും മലം പോകുന്നുണ്ടാവുക. പക്ഷേ ഈ ആദ്യത്തെ 2 കാറ്റഗറീനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇവർക്ക് എളുപ്പത്തിൽ മലം പോകാൻ പറ്റും. പക്ഷേ ഈ മലത്തിൽ ഇടയ്ക്ക് വിള്ളലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ മലദ്വാരത്തിലൊക്കെ വിള്ളലുകൾ വീഴ്ത്താനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇവർക്ക് വളരെ സ്മൂത്തായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മലമായിരിക്കും. ഇതുപോലെ സോസേജ് ഷേപ്പിലായിരിക്കും. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആയിട്ട് മലവിസർജനം നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ മലം ഈ നാലാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇനി അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മലം ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അതായത് നമ്മുടെ മലദ്വാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും മലം ഉണ്ടാവുക. അതും സോസേജ് ഷേപ്പിലായിരിക്കും മലം പോകുന്നത്. ഇതാണ് അഞ്ചാമത്തെ കാറ്റഗറി. ഇത് നമ്മുടെ ശരീരത്തിൽ ഫൈബറിൻ്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആറാമത്തേതായിട്ട് പറയുന്നത് വളരെ മെസ്സി ആയിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി തോന്നി നമ്മൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വളരെ ക്ലോസറ്റിൽ മൊത്തം നിറയുന്ന രീതിയിൽ മലം പോവുക, വളരെ വൃത്തിഹീനമായിട്ട് ഭയങ്കര മെസ്സി ആയിട്ട് മലം പോകുന്നതിനെയാണ് ആറാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. ഇത് IBS രോഗികൾക്കും കൂടുതൽ ടെൻഷൻ ഉള്ളവർക്കൊക്കെയാണ് ഇത്തരത്തിൽ മലം പോകുന്നത്. ഇനി ഏഴാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വയറിളകി പോവുക, അതായത് വെള്ളത്തോടൊപ്പം തന്നെ മലം പോവുക. ഇത് നമ്മുടെ കുടലിൻ്റെ ചലനം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ മലം പോകുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലാണ് ബ്രസ്റ്റോൾ സ്റ്റൂൾ ചാർട്ട് ഉപയോഗിച്ചിട്ട് 7 തരത്തിൽ മലത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 2 തരത്തിലുള്ളത് വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള, അതായത് വളരെയധികം മലബന്ധമുള്ള ഒരാളുടെ മലമായിരിക്കും. 3, 4 അതിൽ നാലാമത്തെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ മലം പോകേണ്ടത്. 5, 6, 7 എന്ന് പറയുന്നത് ആദ്യത്തെ 2 കാറ്റഗറീനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്നിവയ്ക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മലത്തിൻ്റെ അസുഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ മലം ക്ലോസറ്റിൽ വീഴുന്നത് നോക്കിയിട്ട്, ക്ലോസറ്റിലെ വെള്ളത്തിൽ വീഴുന്നത് നോക്കിയിട്ട് നമുക്ക് എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം മലത്തിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലം ക്ലോസറ്റിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. പക്ഷേ ക്ലോസറ്റിൽ വീഴുമ്പോൾ തന്നെ അത് ഡിസോൾവ് ചെയ്ത് പോകരുത്, അതായത് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കരുത്.
ഇനി ചിലവരുടെ മലം ക്ലോസറ്റിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ബൈലിൻ്റെ കുറവിനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് ബൈലിന്. അപ്പോൾ നമ്മുടെ കൊഴുപ്പ് കൂടുതലായിട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മലമാണെങ്കിൽ ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇത്തരത്തിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം, വയറിളക്കമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, നല്ല പ്രോബയോട്ടിക്കുകൾ, അതായത് പുളി കുറഞ്ഞ മോര്, തൈര്, അതുപോലെ തന്നെ പഴം, കഞ്ഞി എന്നിവയൊക്കെ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഈ മലബന്ധം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഡയേറിയൊക്കെ വിട്ടുമാറുന്നില്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് തന്നെ നിയന്ത്രിക്കാം. അതിനുവേണ്ടി അത്യാധുനിക സാങ്കേതിക വിദ്യയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള രോഗനിർണയമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടത്തുന്നത്. കൂടാതെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ടേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികളാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ രോഗവിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരുന്നവരായിരിക്കും. ഇനി ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടും കോഴിക്കോട് നടക്കാവിലുമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. എന്ന് സ്നേഹത്തോടെ ഞാൻ ഡോക്ടർ നിമിഷ ബാലൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.